പ്രൈസ് ദി ലോർഡ്. പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എനിക്ക് അയച്ചു തന്ന ഒരു ചോദ്യമാണ് ഞാൻ വായിക്കുന്നത്. മാഷെ, വിഗ്രഹാരാധന പാടില്ലെന്ന് പറയുന്നു, എന്നാൽ ദേവാലയത്തിൽ നമ്മൾ രൂപത്തിനെ ആരാധിക്കുന്നില്ലേ? അതൊരു തരത്തിൽ വിഗ്രഹാരാധനയല്ലേ? ഈ ഒരു ചോദ്യം ഇന്നുള്ള പല കത്തോലിക്കരായ മക്കൾക്കുമുള്ള ചോദ്യമാണ്. നമ്മുടെ ദേവാലയങ്ങളിലെല്ലാം വിഗ്രഹങ്ങളുണ്ട്, രൂപങ്ങളുണ്ട്. ഈ രൂപങ്ങളെയെല്ലാം നാം ആരാധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നാം ഓരോരുത്തരും വിഗ്രഹാരാധകരല്ലേ? ഇതാണ് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി. യഥാർത്ഥത്തിൽ രണ്ട് തരത്തിൽ നമ്മളിതിനെ കാണണം. ഒന്ന് ഐക്കൺസ്, രണ്ട് ഐഡിയോൾസ്. ഐക്കൺസ് എന്ന് പറഞ്ഞാൽ പ്രതീകങ്ങൾ എന്നാണ് അർത്ഥം. ഐഡിയോൾസ് എന്ന് പറഞ്ഞാൽ വിഗ്രഹങ്ങൾ എന്നാണ് അർത്ഥം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ബൈബിളിൽ തന്നെ കാണാൻ സാധിക്കും. പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ 20-ാം അധ്യായത്തിലെ വിഗ്രഹങ്ങളൊന്നും നിർമ്മിക്കരുത്, ആകാശത്തിനും കീഴെയും ഭൂമിക്ക് മീതെയുള്ള യാതൊന്നിൻ്റെയും രൂപം നിങ്ങൾ നിർമ്മിക്കരുത് എന്ന് ദൈവം മോശയോട് കൽപ്പനയായി നൽകുകയുണ്ടായി. എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്? എല്ലാ ജാതികളും, പ്രത്യേകിച്ച് യഹൂദരായാലും ശരി, മറ്റു ജാതികളും ഈജിപ്തുകാരായാലും ശരി, അവരെല്ലാം തന്നെ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. ഒരു ശില്പം നിർമ്മിച്ച് അത് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ശില്പത്തെ ദൈവമായി ആരാധിക്കുന്നു. ഇങ്ങനെയുള്ളൊരു സന്ദർഭത്തിലാണ് ദൈവം മോശയോട് പറയുന്നത്, വിഗ്രഹാരാധന എന്ന് പറയുന്നത് ദൈവം മോശയോട് പറയുന്നത് വിഗ്രഹാരാധന എന്ന് പറയുന്നത് പാടില്ല എന്നുള്ളത്. ഇനി അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. എന്താണ് വിഗ്രഹം? വിഗ്രഹം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു രൂപത്തെ നിർമ്മിച്ച് അതിനെ ദൈവമായി ആരാധിക്കുകയാണ്. അതിലേക്ക് മനുഷ്യന്റെ അധികാരം ഉപയോഗിച്ച് തിന്മയുടെ ശക്തികളെ അല്ലെങ്കിൽ ദേവശക്തികളെ, പ്രാണനെ എന്നൊക്കെ പറയും, അതിൽ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ മുതൽ ആ വിഗ്രഹത്തിൽ, ആ രൂപത്തിൽ ദേവൻ കുടികൊള്ളുന്നതായി അവർ വിശ്വസിക്കുന്നു. അവർ അതിനെ ആരാധിക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഹിന്ദു മതത്തിൽ വിഗ്രഹാരാധന ഉണ്ട് എന്ന് അവർ തന്നെ അവകാശപ്പെടാറുണ്ട്. അവർ രൂപങ്ങളെ നിർമ്മിക്കുകയും ആ രൂപങ്ങളിൽ ദേവന്മാരെ കുടിയിരുത്തുകയും അതിനെ അവർ ആരാധിക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത്. നമ്മുടെ മിക്ക അമ്പലങ്ങളിലും ദേവീദേവന്മാർ കുടിയിരിക്കുന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്നാൽ ദൈവത്തെ ഒരു രൂപത്തിനുള്ളിൽ പിടിച്ചു വയ്ക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ് മോശയോട് ദൈവം പറയുന്ന വിഷയം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അവിടെ ഈ പ്രമാണം പറഞ്ഞ ദൈവം തന്നെ പുറപ്പാടിന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ എത്തുമ്പോൾ മോശയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യണം, നിങ്ങളുടെ ഇടയിൽ ഒഹിയോലിനെയും ബസലേലിനെയും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി ശില്പകലയിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ്. അവൻ വാഗ്ദാന പേടകം നിർമ്മിക്കണം. വാഗ്ദാന പേടകം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വാഗ്ദാന പേടകത്തിൽ 2 കെരൂബുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞു നിൽക്കും. അങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന കെരൂബുകളുടെ 2 ചിറകുകൾ പരസ്പരം കൂട്ടിമുട്ടി നിൽക്കുകയും മറ്റു 2 ചിറകുകൾ വിരിഞ്ഞു നിൽക്കുകയും ചെയ്യും. 2 കെരൂബുകളുടെ ഓരോ ചിറകുകൾ കൂട്ടിമുട്ടുകയും മറ്റു ചിറകുകൾ വിരിഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇങ്ങനെ ശില്പകല തുടങ്ങി അതിന് മനോഹരമായ വാഗ്ദാന പേടകം ആസൂത്രണം വരെ ചെയ്യുന്നതിനെ പറ്റി പുറപ്പാടിന്റെ പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ഇനി സംഖ്യയുടെ പുസ്തകം എടുത്താൽ 21-ാം അധ്യായത്തിൽ ദൈവം മോശയോട് കൽപ്പിക്കുകയും അഗ്നേയ സർപ്പങ്ങൾ കടിച്ച വ്യക്തികൾ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി മരുഭൂമിയിൽ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൽ ഇതെല്ലാം വിഗ്രഹങ്ങളല്ലേ എന്ന് നാം ചിന്തിക്കേണ്ടി വരും.
എന്നാൽ ദൈവത്തിന് പകരം നിൽക്കുന്ന, ദൈവമായി നിൽക്കുന്നവയാണ് ബൈബിൾ വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതീകങ്ങളെയല്ല അവയെ ഐക്കൺസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി മറ്റൊരു ചോദ്യം നമുക്ക് തിരിച്ചു ചോദിക്കാം. യേശു പള്ളിയിൽ പോയിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. ജെറുസലേം ദേവാലയത്തിൽ യേശു പോയിട്ടുണ്ട്. ഈ ജെറുസലേം ദേവാലയത്തിൽ രൂപങ്ങൾ ഉണ്ടായിരുന്നുവോ? 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിലെ ദേവാലയ നിർമ്മാണത്തെ പറ്റി വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത് മുഴുവൻ ശില്പകലകളാൽ സമ്പന്നമാണ്. പ്രത്യേകമായി കാളകളുടെ ശില്പം, സിംഹത്തിന്റെ ശില്പം, കഴുകന്റെ ശില്പം, മറ്റ് പഴവർഗ്ഗങ്ങളുടെയും മറ്റ് വള്ളിച്ചെടികളെല്ലാം ചിത്രങ്ങൾ, പ്രതീകങ്ങൾ അല്ലെങ്കിൽ ശില്പകലകൾ എല്ലാം മനോഹരമാക്കിയിരിക്കുന്ന സംഭവമാണ് ജെറുസലേം ദേവാലയം. യേശു ആണ്ടുതോറും ജെറുസലേം ദേവാലയത്തിലേക്ക് പെസഹായ്ക്ക് പോയിരുന്നു എന്ന് ബൈബിൾ തന്നെ വളരെ വ്യക്തമായി പറയുന്നതും നമുക്ക് കാണാം. അപ്പൊ ഈ യേശു പോയ പള്ളിയിൽ രൂപങ്ങളുണ്ട്. ആ രൂപങ്ങളെയൊന്നും വിഗ്രഹങ്ങളായിട്ട് യേശുവിന് തോന്നിയിട്ടില്ല. അപ്പസ്തോലന്മാരും പോയിട്ടില്ലേ? തീർച്ചയായും ഉണ്ട്. അപ്പസ്തോല പ്രവൃത്തികളിൽ തന്നെ ജെറുസലേം ദേവാലയത്തിലേക്ക് പോകുന്ന അപ്പസ്തോലന്മാരെയും കാണാൻ സാധിക്കും. അവിടെയും അവർക്കതൊരു വിഗ്രഹമായി അനുഭവപ്പെട്ടിട്ടില്ല. ഇനിയും ആദിമ സഭയിൽ അവർ കേറ്റക്കൊമ്പുകളിൽ ഒളിച്ചിരുന്നിട്ടാണ് വിശുദ്ധ കുർബാന, അപ്പമുറുക്ക ശുശ്രൂഷ നടത്തിയിരുന്നത്. അതായത് പീഡന കാലഘട്ടങ്ങളിൽ നഗരത്തിന്റെ അടിയിലുള്ള ഭൂഗർഭ ഗുഹകളിൽ ക്രിസ്ത്യാനികൾ ഒരുമിച്ച് കൂടുകയും, അതൊക്കെ സെമിത്തേരികളാണ് യഥാർത്ഥത്തിൽ, അവിടെ ഇരുന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്തിരുന്നു. ആ കേറ്റക്കൊമ്പുകളിൽ ശില്പകലകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഐക്കൺസ് ഉണ്ടായിരുന്നു, ചിത്രങ്ങൾ ഉണ്ടായിരുന്നു, നല്ലയിടയുടെ ചിത്രം ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. ആദിമസഭയുടെ ചരിത്രത്തിൽ മുഴുവൻ യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങളെ ഉപയോഗിച്ചിരുന്നു. മറ്റു ഹാഗിയ സോഫിയ ദേവാലയത്തിലൊക്കെ നല്ല ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. റുബിക് ട്രിനിറ്റി എന്ന് പറയുന്ന തൃത്വത്തെ പ്രതിനിധാനം ചെയ്യുന്ന 3 മനുഷ്യരുടെ ചിത്രങ്ങളെ കുറിച്ച് നിങ്ങൾ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും. അങ്ങനെ മനോഹരമായ ചിത്രങ്ങളിലൂടെ അവർ തൃത്വത്തെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആദിമ സഭയിൽ രൂപങ്ങൾ ഉണ്ടായിരുന്നു. ഉദ്ദേശം 7-ാം നൂറ്റാണ്ട് വരെയും സഭയിൽ ഇതുപോലെ രൂപങ്ങൾ ഉണ്ടായിരുന്നു. 7-ാം നൂറ്റാണ്ടോടുകൂടി ഇസ്ലാം മതത്തിന്റെ ആവിർഭാവം അറേബ്യൻ മേഖലകളിൽ കടന്നു വരികയും അതിന്റെ സ്വാധീനം കൊണ്ടായിരിക്കാം കോൺസ്റ്റാന്റിനോപ്പിളിലെ ചക്രവർത്തി, ബൈസന്റൈൻ രാജാവ് ചക്രവർത്തി മുൻകൈ എടുത്തുകൊണ്ട് ഐക്കണോക്ലാസം എന്ന ഒരു പ്രസ്ഥാനം ആരംഭിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി. എല്ലാ ഐക്കണുകളും രൂപങ്ങളും എല്ലാം തച്ചുടയ്ക്കണം, അവയെല്ലാം ക്രിസ്തീയമല്ല, വിഗ്രഹാരാധനയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പ്രസ്ഥാനം ആരംഭിച്ചത്. ചക്രവർത്തിയുടെ പിന്തുണയോട് കൂടിയാണ് ആ പ്രസ്ഥാനം ആരംഭിച്ചത്. അതോടുകൂടി സഭയിൽ 2 ചേരികളായി ആളുകൾ തിരിയുകയാണ്. ഇസ്ലാം മതത്തെ വളരെ ശക്തമായി വിമർശിച്ചിരുന്ന ജോൺ ഓഫ് ദമാസ്കസ്, അദ്ദേഹം ഐക്കണോക്ലാസത്തെ പറ്റി പുസ്തകങ്ങൾ എഴുതി. സഭയിലെ ഈസ്റ്റേൺ സഭാപിതാക്കന്മാരിലെ അവസാനത്തെ സഭാപിതാവാണ് വിശുദ്ധ ജോൺ ഓഫ് ദമാസ്കസ്. അദ്ദേഹം വളരെ വിശദമായിട്ട് തന്നെ ഇതിനെപ്പറ്റി അവതരിപ്പിക്കുന്നുണ്ട്. ഐക്കണുകൾ എന്ന് പറഞ്ഞാൽ പ്രതീകങ്ങളാണെന്നും അവ ദൈവത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ്, അല്ലാതെ ദൈവമല്ല എന്നും വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സഭ ഒരുമിച്ച് കൂടുകയും ഐക്കണോക്ലാസം എന്ന് പറയുന്നത് കത്തോലിക്ക ക്രൈസ്തവ വിരുദ്ധമാണ് എന്ന വിഷയം പഠിപ്പിക്കുകയും ചെയ്തു. അത് ഇന്നും സഭയിൽ നിലനിൽക്കുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ മദ്ബഹയിലുള്ള രൂപങ്ങളെ നമ്മൾ കാണാൻ. ജെറുസലേം ദേവാലയത്തിന്റെ നിർമ്മാണ രീതി എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് നമ്മുടെ ദേവാലയങ്ങളെ നാം പണിതിരിക്കുന്നത്. മദ്ബഹ, ഹൈക്കല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 2ആയി തരംതിരിക്കും. മദ്ബഹ സ്വർഗത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലുള്ള വിശുദ്ധരെ വണങ്ങുന്നതിന് വേണ്ടി നാം അവിടെ വയ്ക്കും. അപ്പോൾ വിശുദ്ധരെ പരിശുദ്ധ കന്യകാമറിയത്തെ യേശുക്രിസ്തു രൂപതയെല്ലാം
നമ്മൾ അൾത്താരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഐക്കണുകളായിട്ടാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, തോമസ് ലീഹായുടെ രൂപത്തെ നോക്കിക്കഴിഞ്ഞാൽ തോമസ് ലീഹായുടെ രൂപത്തിലെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? കുന്തം കൊണ്ട് കുത്തേറ്റ് മരിച്ചവനാണ് തോമസ് ലീഹ. പൗലോസ് ലീഹയുടെ കയ്യിൽ ഒരു വാളുണ്ടായിരിക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? വാള് കൊണ്ട് തല വെട്ടി മാറ്റപ്പെട്ടവനാണ് പൗലോസ് ലീഹ. വിശുദ്ധ പത്രോസ് ലീഹയുടെ കരങ്ങളിലെ ഒരു താക്കോൽ കൂട്ടം കാണാൻ സാധിക്കും. സഭ അവന്റെ മേലാണ് പണിതിരിക്കുന്നത്, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ അവന്റെ കയ്യിലാണ് എന്നുള്ളതാണ് അതിൽ പ്രതിനിധാനം ചെയ്യുന്നത്. ബർത്തലോമിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരിക്കും. തൊലി ഉരിയപ്പെട്ടവനാണ് ബർത്തലോമിയ. അങ്ങനെ യൂദാ തദേവൂസിന്റെ കയ്യിൽ ഒരു ഒലക്ക ഉണ്ടായിരിക്കും. ഒലക്ക കൊണ്ട് തലക്കടിയേറ്റിട്ടാണ് അദ്ദേഹം മരിച്ചത്. വിശുദ്ധ സെബാസ്റ്റ്യനോസിന്റെ നെഞ്ചിൽ അമ്പുകളെ കാണാൻ സാധിക്കും. അമ്പേറ്റ് വിശ്വാസത്തിന് സാക്ഷി നൽകുകയും പിന്നീട് ഗത കൊണ്ടടിച്ച് മരിക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ സെബാസ്റ്റ്യനോസ്. അപ്പോൾ ഈ രൂപങ്ങളെല്ലാം പ്രതിനിധാനം ചെയ്യുന്നത് ഐക്കണുകളായിട്ടാണ്. അവരുടെ വിശ്വാസ സാക്ഷ്യത്തെയാണ് അവർ അത് കാണിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ഇവർ ദൈവങ്ങളായിട്ടല്ല അവിടെ ആയിരിക്കുന്നത്. ഇനി നമ്മൾ പലപ്പോഴും ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഇടവകയിലെ കുടികൊള്ളുന്ന പുണ്യാളൻ എന്നൊക്കെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ ദേവാലയത്തിന് വേണ്ടി, നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന പുണ്യാളനേ ഉള്ളൂ. അതിനുള്ളിൽ വിശുദ്ധൻ കുടികൊള്ളുന്നൊന്നുമില്ല. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായി മാറുന്നതും അത് കേൾക്കുന്ന മക്കൾ സംശയാസ്പദമായി ചോദിക്കുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, നോക്കൂ, വേളങ്കണ്ണിയിലെ മാതാവിനാണ് ശക്തി, നമ്മുടെ പള്ളിയിലെ മാതാവിന് ശക്തിയില്ല. ഗോവയിലെ ഫ്രാൻസിസ് സേവ്യറിനാണ് ശക്തി, നമ്മുടെ ഇടവകയിലെ ഫ്രാൻസിസ് സേവ്യറിന് ശക്തിയില്ല എന്ന് പറയുമ്പോൾ അവിടെയാണ് വിഗ്രഹാരാധന ഉണ്ടാകുന്നത്. കർത്താവ് എന്ന് പറഞ്ഞുകൂടെ അന്തോണിസ് പുണ്യാളന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അന്തോണിസ് പുണ്യാളൻ നടത്തി തരും എന്നൊക്കെ പറയുമ്പോൾ വിഗ്രഹാരാധന തന്നെയാണ്. എന്നാൽ പൗലോസിന്റെയും സീലാസിന്റെയും അരികിലേക്ക് ഗ്രീക്കുകാർ വന്ന് അവനെ ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അതിനെ തടഞ്ഞു. യേശു ക്രിസ്തുവിലേക്ക് വഴി തിരിച്ചു വിട്ടു. അതിനുവേണ്ടി അവർ പീഡനം അനുഭവിച്ചു. ഇതുപോലെ തന്നെയാണ് വിശുദ്ധാത്മാക്കൾക്ക് മുമ്പിൽ ആരാധന കടന്നിരുന്ന വ്യക്തികളെ വിശുദ്ധർ തടയുകയാണ് ചെയ്യുക. അവരെ കർത്താവിലേക്ക് നയിക്കപ്പെടുന്നതിന് വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുക. ഈ ഒരു പശ്ചാത്തലം കൂടി നമ്മൾ മനസ്സിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ, കത്തോലിക്ക സഭയിൽ വിഗ്രഹാരാധന ഇല്ല. നമ്മളത് മനസ്സിലാക്കുക. പകരം പ്രതീകങ്ങൾ മാത്രമേ ഉള്ളൂ. ചിലർ ചോദിക്കാറുണ്ട്, അതിന് കൂടെ ഞാൻ പറയുക, യേശു ക്രിസ്തുവിന്റെ രൂപം ഇതുപോലെ തന്നെയാണോ എന്ന് ചോദിക്കാറുണ്ട്. എന്താണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ഇപ്പോൾ വളരെ അടുത്ത് ഇറങ്ങിയ ഒരു സിനിമയാണ് പാഷൻ ഓഫ് ക്രൈസ്റ്റ്. അതിലൊരു സിനിമാ നടനാണ് യേശു ക്രിസ്തുവിന്റെ രൂപമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പല വീടുകളിലും തിരുസ്വരൂപ വണക്കത്തിനായി ഈ നടന്റെ യേശു ക്രിസ്തുവിന്റെ രൂപമാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നടനെയാണോ ആരാധിക്കുന്നത് അതോ യേശുവിനെയാണോ? തീർച്ചയായും ഇതിൻ്റെ ഉത്തരം ഈശോയെ തന്നെ എന്നാണ്. എല്ലാ കാലത്തും വിശുദ്ധർ അവരുടെ ദർശനങ്ങൾ കാണുമ്പോൾ അതിനെ വരപ്പിക്കുകയാണെങ്കിൽ അതിന് ചേർന്ന ഒരു നടനെ മുമ്പിൽ നിർത്തി ആ നടന്റെ ആ വേഷവിധാനങ്ങളുടെ, യേശുവിൻ്റെ വേഷവിധാനങ്ങളെ നിർത്തിയിട്ടാണ് മോഡലിംഗ് നടത്തിയിട്ടാണ് പെയിന്റിംഗ് വർക്ക് ചെയ്യുന്നത്. ആ വർക്ക് കണ്ടതിന് ശേഷം അതിന് യേശുവിനെയാണോ കാണുന്നത് അതോ ആ മോഡലിനെ അല്ലെങ്കിൽ നടനെയാണോ കാണുന്നത് എന്നാണ് ചോദ്യം. യേശുവിനെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലേക്ക് പോകുവാൻ സഹായകരമായ ഒരു ഐക്കണാണത്. അതല്ല അതിലൂടെ സിനിമാനടനെയാണ് നാം കാണുന്നതെങ്കിൽ ആ ശില്പം അല്ലെങ്കിൽ ആ ഫോട്ടോ അതിൽ തന്നെ പരാജയമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ രൂപം എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക? എങ്ങനെയുള്ളതാണ്? സഭയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ടൂറിലെ തിരിക്കച്ച, അതാണ് പ്രധാനപ്പെട്ട ഒരു തെളിവായി പറയുന്നത്. അതുപോലെ തന്നെ ആദിമസഭ കാലഘട്ടത്തിലെ
ചില യേശുവിൻ്റെ ചിത്രങ്ങൾ ലഭിച്ചതായി പറയപ്പെടുന്നു. അതിലൂടെയൊക്കെയാണ് യേശു ക്രിസ്തുവിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ സഭയ്ക്ക് ഉള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചുരുക്കി പറഞ്ഞാൽ കത്തോലിക്ക സഭ വിഗ്രഹാരാധനയുടെ മതമേ അല്ല. നമ്മുടെ പള്ളിയിലുള്ള രൂപങ്ങളൊന്നും വിഗ്രഹങ്ങളുമല്ല. അവ വെഞ്ചിരിക്കുമ്പോൾ അവയിലൂടെ നമുക്ക് സഹായിക്കുന്നത് സ്വർഗത്തിലുള്ള വിശുദ്ധരെ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പ്രതീകങ്ങളായിക്കൊണ്ട് നിലകൊള്ളുന്നവയായാണ് നാം മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കത്തോലിക്കർ വിഗ്രഹാരാധന അല്ല എന്ന് നമ്മളും നമ്മുടെ മക്കളും അറിഞ്ഞിരിക്കണം. ആമേൻ.